സൗദി അറേബ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുക എണ്ണപ്പാടങ്ങളും കർശനമായ വിസ നിയമങ്ങളുമായിരിക്കും. എന്നാൽ ഇന്ന് ആ ചിത്രം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. സൗദി ഇപ്പോൾ ഒരു വലിയ ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ പാതയിലാണ്. വിദേശികളായ ഉദ്യോഗാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ഒരുപോലെ വലിയ ആശ്വാസമേകുന്ന ഒരു സുപ്രധാന പ്രഖ്യാപനമാണ് ഇപ്പോൾ റിയാദിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. സൗദി അറേബ്യയിലേക്കുള്ള വിസ നടപടികൾ കൂടുതൽ ലളിതവും കാര്യക്ഷമവുമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഏകീകൃത ദേശീയ വിസ പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ജിദ്ദയിലെ അൽസലാം കൊട്ടാരത്തിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടത്. ഇത് കേവലം ഒരു വെബ്സൈറ്റ് മാറ്റമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ തന്നെ ഉണ്ടാകുന്ന വലിയൊരു സുതാര്യതയുടെയും വേഗതയുടെയും തുടക്കമാണ്. എന്താണ് ഈ ഏകീകൃത ദേശീയ വിസ പ്ലാറ്റ്ഫോം? പഴയകാലത്ത് സൗദിയിലേക്ക് ഒരു വിസ സംഘടിപ്പിക്കുക എന്നത് നിരവധി സർക്കാർ ഓഫീസുകളും വ്യത്യസ്ത പോർട്ടലുകളും കയറിയിറങ്ങേണ്ട വലിയൊരു കടമ്പയായിരുന്നു. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത മന്ത്രാലയങ്ങളെ സമീപിക്കേണ്ടി വന്നിരുന്ന അവസ്ഥയ്ക്കാണ് ഈ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പരിഹാരമാകുന്നത്. പുതിയ പ്ലാറ്റ്ഫോം അനുസരിച്ച് വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം തുടങ്ങിയ സുപ്രധാന സർക്കാർ വകുപ്പുകളെല്ലാം ഒരൊറ്റ ഡിജിറ്റൽ ശൃംഖലയ്ക്ക് കീഴിൽ അണിനിരക്കും. ഇതിനെ ഒരു ഡിജിറ്റൽ സൂപ്പർ ഹൈവേയോട് ഉപമിക്കാം. വിവിധ വകുപ്പുകളുടെ വഴിയിലൂടെ വന്ന് ഒടുവിൽ ഒരൊറ്റ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സുഗമമായ പാത. ഇനി മുതൽ വിസ അപേക്ഷകർക്ക് തങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ സമർപ്പിക്കുന്നതിനും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനും ഈ ഒരൊറ്റ പോർട്ടലിനെ മാത്രം ആശ്രയിച്ചാൽ മതിയാകും. വിസ അപേക്ഷകൾ സമർപ്പിക്കുക, നിശ്ചിത ഫീസ് അടയ്ക്കുക, അതുപോലെ വിസയുടെ നിലവിലെ അവസ്ഥ കൃത്യമായി പരിശോധിക്കുക എന്നിവയെല്ലാം ഈ കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ വളരെ സുതാര്യമായി നടക്കും. കൃത്രിമത്വങ്ങളും അനാവശ്യമായ കാലതാമസങ്ങളും ഇല്ലാതാക്കാൻ ഈ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ഈ തീരുമാനം വലിയൊരു അനുഗ്രഹമായി മാറും. വിസ നടപടികളിലെ സങ്കീർണതയും കാലതാമസവും കാരണം പലർക്കും കൃത്യസമയത്ത് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ മുൻപുണ്ടായിരുന്നു. പുതിയ പ്ലാറ്റ്ഫോം പൂർണ്ണ സജ്ജമാകുന്നതോടെ തൊഴിൽ വിസകൾ വളരെ വേഗത്തിൽ പ്രോസസ് ചെയ്യപ്പെടും. കൂടാതെ വിസ വിപണിയിൽ നിലനിന്നിരുന്ന ഇടനിലക്കാരുടെ ചൂഷണങ്ങൾക്കും ഇതോടെ വലിയ അളവിൽ അറുതിയാകും. അപേക്ഷകൻ നേരിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എവിടെയും അനാവശ്യമായി പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. തൊഴിൽ തേടി പോകുന്നവർക്ക് മാത്രമല്ല, ഉംറ തീർത്ഥാടനത്തിന് പോകുന്നവർക്കും ടൂറിസ്റ്റ് വിസയിൽ രാജ്യം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സംവിധാനം ഏറെ പ്രയോജനം ചെയ്യും. മുൻകാലങ്ങളിൽ ഉംറ വിസകൾക്കായി പ്രത്യേക ഏജൻസികളെ പൂർണ്ണമായും ആശ്രയിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇനി മുതൽ തീർത്ഥാടകർക്ക് സ്വന്തമായി തന്നെ കാര്യങ്ങൾ സുഗമമായി ചെയ്യാൻ സാധിക്കും. ഇത് യാത്രകൾ കൂടുതൽ കൃത്യമായി ആസൂത്രണം ചെയ്യാനും ചെലവുകൾ ചുരുക്കാനും സാധാരണക്കാരായ യാത്രക്കാരെ സഹായിക്കും. സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയെ എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി വിഷൻ 2030 എന്ന ബൃഹത് പദ്ധതിക്ക് രാജ്യം രൂപം നൽകിയത്. ടൂറിസം, ആഗോള നിക്ഷേപം, അന്താരാഷ്ട്ര ബിസിനസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഈ ലക്ഷ്യങ്ങളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ രാജ്യത്തേക്കുള്ള പ്രവേശന കവാടമായ വിസ നടപടികൾ ഏറ്റവും ലളിതമാക്കേണ്ടതുണ്ട്. ലോകത്തിലെ വലിയ വ്യവസായികളെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കാൻ ഇത്തരം ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അത്യന്താപേക്ഷിതമാണ്. ഈ ഡിജിറ്റൽ പരിവർത്തനം അന്താരാഷ്ട്ര തലത്തിൽ സൗദിയുടെ ബിസിനസ് അനുകൂല സൂചികകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. സാങ്കേതിക വിദ്യയെ ഭരണ സംവിധാനത്തിന്റെ നെടും തൂണാക്കി മാറ്റുന്നതിലൂടെ സുതാര്യത ഉറപ്പുവരുത്താനും കൂടുതൽ വിദേശ നിക്ഷേപകരെ രാജ്യത്തേക്ക് ആകർഷിക്കാനും സാധിക്കുമെന്ന് സൗദി അറേബ്യ തെളിയിക്കുകയാണ്. ഒരു വിദേശിക്ക് സൗദിയിലേക്ക് വരാൻ തോന്നുന്ന നിമിഷം മുതൽ അവരുടെ യാത്രാ അനുഭവം എത്രത്തോളം സുഗമമാക്കാം എന്നതാണ് ഭരണകൂടം ഇതിലൂടെ ചിന്തിക്കുന്നത്. സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിൽ കാര്യങ്ങൾ എത്തിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ ഭരണ സംവിധാനങ്ങളും അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. ആഗോളതലത്തിൽ മറ്റ് വികസിത രാജ്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്മാർട്ട് വിസ സംവിധാനങ്ങൾക്കൊപ്പമെത്താൻ സൗദി അറേബ്യയ്ക്കും ഇതിലൂടെ സാധിക്കും. ഇത് വെറുമൊരു സാങ്കേതിക മാറ്റമല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ സൗദി തുറന്നിടുന്ന പുതിയൊരു സൗഹൃദത്തിന്റെ വാതിലാണ്. ഈ ഏകീകൃത പ്ലാറ്റ്ഫോമിന്റെ പൂർണ്ണമായ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഭരണ നേട്ടങ്ങളിലൊന്നായി ഇത് മാറും എന്നതിൽ സംശയമില്ല. യാത്രകൾ കൂടുതൽ എളുപ്പമാക്കുന്ന ഈ പുതിയ യുഗത്തിലേക്ക് പ്രവാസി ലോകവും ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.